തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ തിരുവചനമാക്കി തീർക്കണേ എന്നെയും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബൈബിൾ പഠന പരമ്പരയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്നേഹത്തോടുകൂടി ഊഷ്മളമായ സ്വാഗതം ആശംസിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ പല എപ്പിസോഡുകളിലായിട്ട് രാജ്യത്വത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളായിരുന്നു. ഒരു രാജാവ് ആരായിരിക്കണമെന്നും ആ രാജാവിൻ്റെ പ്രത്യേകതകൾ എന്തായിരിക്കണമെന്നും ആ രാജാവും ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കേണ്ടത്, ദൈവത്തിൻ്റെ രാജ്യത്വം എന്ന് പറയുന്നത്, ഈ ഭൗമിക രാജ്യത്വം എന്ന് പറയുന്നത് സ്വർഗത്തിലെ അല്ലെങ്കിൽ നിത്യ രാജാവായ ദൈവത്തിൻ്റെ രാജ്യത്വത്തിൻ്റെ ഉള്ള പങ്കുചേരലാണ്. ആ രാജ്യത്വം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിലുള്ള എല്ലാറ്റിനെയും ദൈവത്തോട് ചേർക്കുമ്പോഴാണ് ഒരുത്തൻ രാജാവായിട്ട് വാഴുന്നത്. ആ ഒരു വലിയ ദൈവശാസ്ത്ര വിചിന്തനമാണ് ഈ നാളുകളിലൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഈശോയെ ലോകത്തിൻ്റെ രാജാവായിട്ടും രക്ഷകനുമായിട്ടും നമ്മൾ അവതരിപ്പിക്കുന്നത്. എല്ലാറ്റിനെയും സമന്വയിപ്പിച്ച് പിതാവിൻ്റെ മുമ്പിൽ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന ആ അനുഭവം, അതാണ് രാജ്യത്വത്തിൻ്റെ അനുഭവമായിട്ട് മനസ്സിലാക്കുന്നത്. ഇപ്പം ഇവിടെ നമ്മൾ ദാവീദ് രാജാവിൻ്റെ രാജ്യത്വത്തെക്കുറിച്ച് നമ്മൾ പറയുകയായിരുന്നു. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തിയാണ് രാജാവ്. രണ്ട്, മനുഷ്യൻ തിരഞ്ഞെടുക്കണം. മനുഷ്യൻ തൻ്റെ തിരഞ്ഞെടുപ്പ് മനുഷ്യൻ്റെ പ്രഖ്യാപനമാണ്. അവൻ കാണുന്നത് യുദ്ധത്തിൽ വിജയിക്കുന്ന രാജാവിനെ കാണുന്നു. അതുകൊണ്ട് അവൻ രാജാവാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഇവിടെ നമ്മൾ കണ്ട ഒന്ന് രണ്ട് വ്യക്തികൾ, ജോനാഥൻ എന്ന് പറയുന്ന വ്യക്തി സാവൂളിൻ്റെ പുത്രനേക്കാട്ടിലുപരിയായി ദാവീദിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തെന്നുള്ള ആ ഒരു ദൈവശാസ്ത്ര ചിന്തയോടുകൂടി തന്നെ ജോനാഥനെ കാണുമ്പോൾ ആ ജോനാഥൻ ദാവീദിൻ്റെ രാജ്യത്വം ഏറ്റുപറയുകയാണ്. പറയുമ്പോൾ കൂടെ പറയുന്നുണ്ട്, എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരെയും നീ ഉപദ്രവിക്കരുത്. ചെറിയൊരു താക്കീത് കൊടുക്കുക. അതുപോലെ തന്നെ അബിഗായിൽ ദാവീദിൻ്റെ രാജ്യത്വത്തെ ഏറ്റുപറയുന്നുണ്ട്. മിഖാല് ദാവീദിൻ്റെ രാജ്യത്വത്തെ ഏറ്റുപറയുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ടു, സാവൂൾ എന്ന് പറയുന്ന രാജാവ് തന്നെ അദ്ദേഹത്തെ രക്ഷിക്കുന്നതിലൂടെ ദാവീദിന് സാവൂളിനെ കൊല്ലാമായിരുന്ന എല്ലാ സമയങ്ങളിലും കാലങ്ങളിലുമൊക്കെ അദ്ദേഹത്തെ രക്ഷിച്ചെടുത്തതിന് ശേഷം രക്ഷിക്കുമ്പോൾ അദ്ദേഹം ഈ സാവൂൾ ദാവീദിന് മുമ്പിൽ നിന്നുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന രംഗം നമ്മൾ വായിച്ചു കേട്ടു. 24-ാമത്തെ അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ അല്ലേ നമ്മൾ വായിച്ചു കേട്ടു. എൻ്റെ മകനെ ദാവീദേ, ഇത് നിൻ്റെ സ്വരമാണോ? നീയാണോ ഇത് പറയുന്നത്? നീ നന്മ ചെയ്തു, ഞാനോ തിന്മ ചെയ്തു. നീ ഇസ്രായേലിൻ്റെ രാജാവാണ്, എന്നും ഇസ്രായേലിൻ്റെ രാജ്യത്വം നിന്നിൽ നിന്ന് പോവുകയില്ല. എന്നിട്ട് പറയുകയാണ്, വീണ്ടും ജോനാഥൻ പറഞ്ഞ പോലെ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരെയും നീ ഉപദ്രവിച്ചേക്കരുത് എന്ന് പറയുകയാണ്. അപ്പം ഇങ്ങനെ ഓരോരുത്തരും ദാവീദിൻ്റെ രാജ്യത്വം ഏറ്റുപറയുന്നു. അവസാനം ഇതാ 2 സാമുവേലിൻ്റെ പുസ്തകം, അവസാനം 2 സാമുവേലിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ സാവൂളും ജോനാഥനും മരിക്കുന്നതിനെക്കുറിച്ച് വിവരിക്കുകയാണ്. സാവൂളും ജോനാഥനും മരിക്കുന്നു. അത് 2 രീതിയിൽ മരണം അവതരിപ്പിക്കപ്പെടുകയാണ്. ഒന്നാമത്, ഈ തൻ്റെ യുദ്ധത്തിൽ താൻ തോൽക്കുമെന്ന് മനസ്സിലാക്കിയ ഈ സാവൂള് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന രംഗമാണ് 30-ാമത്തെ അധ്യായത്തിൽ. 1 സാമുവേൽ 30-ാമത്തെ അധ്യായത്തിൽ. എന്നാൽ 2 സാമുവേൽ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഒരു ഹിത്യൻ സാവൂളിനെ വധിക്കുന്നതായിട്ടാണ്. അതൊക്കെ എന്ത് തന്നെ ആയാലും പോട്ടെ, മുന്നോട്ട് പോകുമ്പോഴത്തേനും ആ ഹിത്യൻ വന്ന് ദാവീദിനോട് സാവൂളിൻ്റെ മരണവാർത്ത പറയുന്ന രംഗമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ അവിടെ കാണുന്നത്? ഒരു ഹിത്യൻ വന്ന് സാവൂളിനോട് മരണവാർത്ത പറയുന്നത് ഇപ്രകാരമാണ്. ഹിത്യൻ പറയുന്നു, അപ്പോൾ അവൻ അടുത്ത് നിന്ന് വധിച്ചു. അവൻ വീണുപോയാൽ മരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അവൻ ധരിച്ചിരിക്കുന്ന കിരീടവും തോൾവളയും ഞാൻ എടുത്തു. ഇവ അങ്ങയുടെ അടുക്കൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. ഹിത്യനായൊരു വ്യക്തി സാവൂൾ രാജാവിനെ കൊന്നതിന് ശേഷം
അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള അത് ഉണ്ടായിരുന്ന കിരീടവും തോൾവളയും ഒക്കെ എടുത്തുകൊണ്ട് ദാവീദിന് മുമ്പിൽ സമർപ്പിക്കുന്നത് എന്തിൻ്റെ പ്രതീകമാണ്? ട്രാൻസ്ഫറിങ് ഓഫ് ദ അതോറിറ്റി. സാവൂൾ മരിച്ചു, ഇനി സാവൂൾ അല്ല ഇസ്രായേലിൻ്റെ രാജാവ്, ദാവീദാണ് ഇസ്രായേലിൻ്റെ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദിനെ ഇസ്രായേലിൻ്റെ രാജാവാക്കി അവരോധിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ഇഷ്ബാൽ എന്ന് പറയുന്ന പുത്രനുണ്ടായിരുന്നു, എന്നിട്ടും ഈ ഹിത്യനായ വ്യക്തി ഇഷ്ബാൽ അല്ലെങ്കിൽ ഇഷ്ബോഷേത്ത് എന്ന് പറയുന്ന മകന് ഇതൊന്നും കൊടുത്തില്ല, മറിച്ച് അത് നൽകിയത് ദാവീദ് രാജാവിനാണ്. ഇതിലൂടെ സാവൂളിൽ നിന്ന് അതോറിറ്റി മുഴുവൻ കിട്ടുന്നത് ദാവീദിലേക്കാണ്, അല്ലാതെ ഇഷ്ബാലിലേക്കല്ല എന്ന് ദൈവശാസ്ത്രപരമായിട്ട് അവലോകനം ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ കാണുന്നത് 2 സാമുവേലിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിലാണ്. ഇതെല്ലാ സംഭവങ്ങളും കഴിഞ്ഞതിന് ശേഷം സാവൂളിൽ നിന്ന് ദാവീദിലേക്ക് അധികാരം കൈമാറുന്ന ഈ ഒരു സിംബോളിക് ആക്ട് കഴിഞ്ഞതിന് ശേഷം ജൂദ എന്ന് പറയുന്ന ദേശത്തുള്ള ആളുകളെല്ലാം കൂടി വന്ന് ദാവീദ് രാജാവിനെ ഹെബ്രോൺ എന്ന് പറയുന്ന ദേശത്ത് കൊണ്ടുവന്ന് ഹെബ്രോണിൽ അദ്ദേഹത്തെ രാജാവാക്കി അഭിഷേകം ചെയ്തു. അദ്ദേഹത്തെ രാജാവായിട്ട് പ്രഖ്യാപിക്കുക. അപ്പം ജൂദാദേശം ഒന്ന് ചേർന്ന് ഹെബ്രോണിൽ വന്ന് അദ്ദേഹത്തെ രാജാവായിട്ട് പ്രഖ്യാപിക്കുന്ന രംഗമാണ് നമ്മൾ കാണുക. തുടർന്ന് വരുന്ന രംഗങ്ങളൊക്കെ വീണ്ടും ഇസ്രായേലും ജൂദായും 2 രാജാക്കന്മാരായിട്ട് വരുന്നത്. ഇസ്രായേലിൻ്റെ രാജാവ് ആയിട്ട് സാവൂളിൻ്റെ പിൻഗാമിയായ ഇഷ്ബാലും അതുപോലെ തന്നെ ജൂദ രാജാവായിട്ട് ദാവീദ് രാജാവും അവരോധിക്കപ്പെടുന്നു. ഇവിടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഇഷ്ബാലിൻ്റെ ജീവിതകഥയും അബ്നേറിൻ്റെ ജീവിതകഥയും ഒക്കെ ഞാൻ മുമ്പ് അവതരിപ്പിച്ചു, വീണ്ടും അത് അവതരിപ്പിക്കുന്നില്ല. അങ്ങനെ ഇഷ്ബാലും കുറച്ച് കഴിഞ്ഞപ്പോൾ മരിച്ചു. അബ്നേറിനെ ദാവീദിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായ ജോവാബ് നശിപ്പിച്ചു. അങ്ങനെ ദാവീദ് ജൂദാദേശത്തിൻ്റെ രാജാവായിട്ട് അവരോധിക്കപ്പെട്ടു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് 2 സാമുവേലിൻ്റെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാവീദ് രാജാവ് ഇസ്രായേലിൻ്റെ മുഴുവൻ്റെയും രാജാവായിട്ട് വാഴിക്കപ്പെടുകയാണ്. എങ്ങനെയാണ് തുടങ്ങുന്നത്? ഇസ്രായേൽ ഗോത്രങ്ങൾ ഹെബ്രോണിൽ ദാവീദിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അവിടുന്ന് ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമാണ്. സാവൂൾ ഞങ്ങളുടെ രാജാവായിരുന്നപ്പോൾ പോലും നീ അത്രേ ഇസ്രായേലിനെ നയിച്ചത്. എൻ്റെ ജനമായ ഇസ്രായേലിന് നീ ഇടയനും അധിപനുമായിരിക്കും എന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ ഹെബ്രോണിൽ രാജാവിൻ്റെ അടുത്ത് വന്നു. ദാവീദ് രാജാവ് അവിടെ വെച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ അവരുമായി ഉടമ്പടി ചെയ്തു. ഇസ്രായേലിൻ്റെ രാജാവായി ദാവീദിനെ അവർ അഭിഷേകം ചെയ്തു. 2 സാമുവേലിൻ്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഇത് എന്താണ് നടക്കുക? കാരണം ഇതിന് തൊട്ടു മുമ്പിൽ നടന്ന സംഭവമാണ്. സാവൂളിൻ്റെ പുത്രിയായ മിഖാലിനെ വീണ്ടും ഭാര്യയായിട്ട്, ആദ്യ ഭാര്യ ദാവീദിൻ്റെ ആദ്യ ഭാര്യയായ മിഖാലിനെ വീണ്ടും ലഭ്യമായതോടുകൂടി ഇസ്രായേൽക്കാർ മനസ്സിലാക്കുന്നു, ഇവൻ സാവൂളിൽ നിന്ന് വ്യത്യസ്തനല്ല, സാവൂളിൻ്റെ മകളെയാണ് ഇവൾ സ്വീകരിച്ചിരിക്കുന്നത്. ആകയാൽ ഇവനെ വീണ്ടും നമുക്ക് രാജാവാക്കി അഭിഷേകം ചെയ്യാം. ഉടനെ പറയുന്നു, നീ ഇസ്രായേലിൻ്റെ രാജാവാണ്. ഇസ്രായേൽക്കാരെല്ലാം കൂടി വന്നിട്ട് പറയുക, നീ ഇസ്രായേലിൻ്റെ രാജാവാണ്. ഇഷ്ബാലിൻ്റെ രാജ്യത്വത്തിനുള്ള ആളുകൾ വന്നിട്ട് പറയുകയാണ്, സാവൂളിൻ്റെ രാജ്യത്വത്തിലുണ്ടായിരുന്ന ആളുകൾ വന്നിട്ട് പറയുകയാണ്, ദാവീദിനോട് പറയുന്നത് ഹെബ്രോണിൽ വെച്ച് പറയുകയാണ്, നീ ഇസ്രായേലിൻ്റെ രാജാവാണ്. അങ്ങനെ ഹെബ്രോൺ എന്ന് പറയുന്ന വലിയ പ്രദേശത്ത് വെച്ച് ഈ ദാവീദ് രാജാവ് ഇസ്രായേലിൻ്റെയും ജൂദായുടെയും രാജാവായി യുണൈറ്റഡ് മൊണാർക്കി, അവിഭക്ത രാജ കുടുംബത്തിൻ്റെ ഭാഗമായി രാജവംശത്തിൻ്റെ പ്രഥമ ഇടയനായി അവരോധിക്കപ്പെടുന്ന രംഗമാണ് 2 സാമുവേലിൻ്റെ പുസ്തകം 5-ാം അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുക. വലിയൊരു സംഭവം നടക്കുക. ഇങ്ങനെയാണ് ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അവരോധിക്കപ്പെടുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച, കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ച കോർട്ട് ഹിസ്റ്ററി ഓഫ് ഡേവിഡ് എന്ന ഒരു സംഭവത്തെ ഇവിടെ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുകയാണ്. എങ്ങനെയാണ് ഈ കോർട്ട് ഹിസ്റ്ററി കടന്നു വരുന്നത്? ദാവീദ് രാജാവ് എങ്ങനെയാണ് രാജാവായിട്ട് അവരോധിക്കപ്പെടുന്നത്? പല കടമ്പകൾ കടന്ന്
പല പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നാണ് ഇദ്ദേഹം രാജാവായിട്ട് വാഴുന്നത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, രാജാവായിട്ട് വാഴുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തികൾ എവിടം വരെയൊക്കെ ഉണ്ടായിരുന്നു, ഏതൊക്കെ രാജ്യങ്ങളാണ്, ഏതൊക്കെ പ്രദേശങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരുന്നത്, അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തുടർന്ന് വരുന്ന ഭാഗങ്ങൾ നമ്മളൊന്ന് പഠിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ആരംഭകാലത്ത് ഇസ്രായേലിൻ്റെ രാജവംശം എന്ന് പറയുന്നത് അതിൻ്റെ ടെറിട്ടറി ഏകദേശം എഫ്രായിമും മനാസയും ഉൾപ്പെടുന്ന ടെറിട്ടറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് നമുക്കറിയാം, മുകളിലേക്ക് നോർത്തേൺ പ്രദേശത്തേക്ക് ഗലീല് തടാകത്തിൻ്റെ താഴ്ഭാഗത്ത് നിങ്ങൾ മാപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, ഗലീലി തടാകത്തിൻ്റെ താഴ്ഭാഗം മാത്രമേ ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളും ഇസ്രായേലിൻ്റെ രാജ്യത്വം ഉണ്ടായിരുന്നുള്ളൂ. ജൂദായ്ക്ക് താഴെ ഉള്ള ജൂദാദേശവും ജെറുസലേമും ഹെബ്രോണും ജൂദാദേശവും തുടങ്ങിയ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ദാവീദ് രാജാവായി വാഴുമ്പോൾ ഇത്രയും ഭാഗമേ ഉള്ളൂ. ബാക്കിയുള്ള ഗോത്രങ്ങളുടെ, അതായത് ഏറ്റവും മുകളിൽ കിടക്കുന്ന അഷേറിൻ്റെ ഗോത്രത്തെയോ ദാനിൻ്റെ ഗോത്രത്തെയോ ഇസാക്കറിൻ്റെ ഗോത്രത്തെയോ നഫ്താലിയുടെയോ സെബൂലൂണിൻ്റെ ഗോത്രത്തെയോ ഒന്നും സ്പർശിക്കാൻ സാധിച്ചില്ല. അതിനാൽ ദാവീദ് രാജാവ് ചെയ്ത ആ 1-2 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ ഇനി പറയാൻ പോകുന്നത്. രാജാവായിട്ട് അഭിഷേകം ചെയ്ത അതേ സെക്കൻഡിൽ തന്നെ അദ്ദേഹം ചെയ്യുന്നത് ഒരു രാജസിംഹാസനം അല്ലെങ്കിൽ ഒരു സെൻട്രൽ പോർഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ സിറ്റി ഉണ്ടാക്കണം. ഒരു ക്യാപിറ്റൽ സിറ്റി ഉണ്ടാക്കണം. 2 സിറ്റികളുണ്ട് ഇസ്രായേലിന് അല്ലെങ്കിൽ ദാവീദ് രാജാവിന്. ഒന്ന് ഹെബ്രോൺ. ഹെബ്രോൺ എന്ന് പറയുന്ന പ്രദേശം ജൂദ ഗോത്രത്തിൽ ഉൾപ്പെട്ട പ്രദേശമാണ്. അതുകൊണ്ട് അവിടെ ഇദ്ദേഹം തൻ്റെ രാജ്യത്തിൻ്റെ സിംഹാസനം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആളുകൾ പറയും, ഇവൻ ജൂദാ ദേശത്തിൻ്റെ മുഴുവൻ്റെ മാത്രം രാജാവാണ്. ഇസ്രായേലിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു ഗിബയ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ടായിരുന്നു. അത് ആ പ്രദേശത്തായിരുന്നെങ്കിൽ അവർ പറഞ്ഞതിന് ഇസ്രായേലിൻ്റെ രാജാവായിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ 2 ഗോത്രങ്ങളെയും ഒന്നിപ്പിക്കുന്ന, ഇസ്രായേലിനെയും ജൂദായെയും ഒന്നിപ്പിക്കുന്ന, ഒരു പരാതിയും കൂടാതെ സമ്മതിക്കുന്ന ഒരു പ്രദേശം അദ്ദേഹം തിരഞ്ഞെടുക്കണം. ആ പ്രദേശമാണ് ജെബുസയരുടെ പട്ടണമായ ജെറുസലേം. അതുകൊണ്ടാണ് 5-ാമത്തെ അധ്യായത്തിൽ ദാവീദ് രാജാവ് ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെബുസയരുടെ പട്ടണത്തെ വീണ്ടെടുക്കാൻ വേണ്ടി അദ്ദേഹം യാത്ര തിരിക്കുന്ന രംഗമാണ് കാണുന്നത്. അപ്പം നോക്കിക്കേ, ആരാണ് ജെബുസയരുടെ പട്ടണത്തെ പിടിച്ചടക്കിയത്? ദാവീദ് രാജാവ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, ജൂദാ ഗോത്രത്തോട് പറയുക, കാനാന്യർക്കെതിരെ നീ പോകണം. ജൂദാ ഗോത്രം സിമിയോനുമായിട്ട് ഒന്നിച്ചേർന്ന് കാനാന്യർക്കെതിരെ പോരാടി ജെബുസയരുടെ സിറ്റിയായ ജെറുസലേം അവർ പിടിച്ചെടുത്തു. ജൂദാദേശം പിടിച്ചടക്കിയ ആ ജെറുസലേം അല്ലെങ്കിൽ ജെബുസയരുടെ കോട്ടയെ ഇവിടെ ജൂദാദേശത്തിൻ്റെ രാജാവായ ദാവീദ് രാജാവ് ഇവിടെ ജെറുസലേം പിടിച്ചടക്കുന്നതായി 2 സാമുവേലിൻ്റെ പുസ്തകം 5-ാം അധ്യായം അവതരിപ്പിക്കുന്നു. ഇതിലൂടെ ഈ 2 പുസ്തകങ്ങളുടെയും ബന്ധത്തെ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുകയാണ്. ഇനി അടുത്ത രംഗം എന്തായിരിക്കും? ജെബുസയരുടെ പട്ടണം പിടിച്ചെടുത്തു. ജെറുസലേമിൽ അദ്ദേഹം തൻ്റെ ക്യാപിറ്റൽ സിറ്റി സ്ഥാപിക്കുകയാണ്. എന്തിനാണ് അവിടെ ഒരു ക്യാപിറ്റൽ സിറ്റി ഉണ്ടാക്കുന്നത്? ഞാൻ സൂചിപ്പിച്ച പൊളിറ്റിക്കൽ റീസൺ ഇതാണെങ്കിൽ തന്നെയും ജെറുസലേം എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യത്തെ വിശുദ്ധ ഗ്രന്ഥകാരൻ ഇവിടെ എടുത്ത് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ജെറുസലേം എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യം ഇവിടെയാണ്, ഈ സിറ്റിയിലാണ്. സിറ്റി ഓഫ് ഡേവിഡ്, ദാവീദിൻ്റെ പട്ടണം, അവിടെയാണ് ജെറുസലേം. സെഹിയോൻ മല ജെറുസലേമിലാണ്. ഈ ജെറുസലേമിലാണ്, സിറ്റി ഓഫ് ഡേവിഡിലാണ് ദൈവമായ കർത്താവിന് വേണ്ടി ആലയം പണിയാൻ ഈ ദാവീദ് രാജാവ് പരിശ്രമിക്കുന്നതും അതുപോലെ തന്നെ സോളമൻ രാജാവ് തൻ്റെ കൈകളാൽ അതിനെ പൂർത്തീകരിക്കുന്നതും. ഇതാണ് നമ്മളിവിടെ കാണുന്ന രംഗം. ഇതിലൂടെ ഈ ഒരു വലിയൊരു അനുഭവത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആദ്യം ചെയ്യുന്നത് ജെബുസയുടെ കോട്ടയായ
ജെറുസലേം പിടിച്ചെടുക്കുന്നു. അങ്ങനെ 7 വർഷത്തോളം ഹെബ്രോണിലും ബാക്കി 33 വർഷത്തോളം ജെറുസലേമിലും രാജഭരണത്തിൻ്റെ ശുശ്രൂഷ നിർവഹിച്ച വ്യക്തിയാണ് ദാവീദ് രാജാവ്. 7 വർഷം ഹെബ്രോണിലും ബാക്കി 33 വർഷം ജെറുസലേമിലും രാജപദവി സ്വീകരിച്ച വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഈ ദാവീദ് രാജാവ്. അങ്ങനെയാണ് ആദ്യത്തെ രംഗം അവസാനിക്കുന്നത്. ഇനി അടുത്ത രംഗം എന്താണ് വേണ്ടത്? ദാവീദ് രാജാവിനെ ആരാണ് രാജാവാക്കിയ? ദൈവമായ കർത്താവാണ്. കർത്താവിൻ്റെ സാന്നിധ്യമില്ലാതെ ഒന്നും പറ്റുകയില്ല. അതിനാൽ ഇദ്ദേഹം എന്ത് ചെയ്തു? മറ്റ് കിരിയാത്ത് യറീം എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വാഗ്ദാന പേടകം ഫിലിസ്ത്യരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അവിടെയാണ് സൂക്ഷിച്ചിരുന്നത്. അത് 1 സാമുവേലിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ ഫിലിസ്ത്യരുടെ ഇടയിൽ ഉണ്ടായിരുന്ന വാഗ്ദാന പേടകം അവിടുത്തെ ദേവനായ ഡാഗണിൻ്റെ മുമ്പിൽ പ്രതിഷ്ഠിച്ചപ്പോൾ ഡാഗൺ താഴെ വീണ് തവിടുപൊടിയായിട്ട് മാറി. ഇത് പേടിച്ചരണ്ട ഫിലിസ്ത്യര് ഈ വാഗ്ദാന പേടകം തിരികെ വാവിൻ്റെ സ്ഥലത്തെത്തിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും അതുവഴിയായി തിരികെ കൊണ്ടുവരികയും അങ്ങനെ അത് സ്ഥാപിച്ച സ്ഥലമാണ് കിരിയാത്ത് യറീം എന്ന് പറയുന്ന സ്ഥലം. അത് ജെറുസലേമിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് വാഗ്ദാന പേടകം ചുമന്നുകൊണ്ട് നേരെ പുരോഹിതന്മാരെടുത്തുകൊണ്ട് കാഹളം മുഴക്കി ഡാൻസും കളിച്ച് പാട്ടും പാടി നഗ്നനായിട്ട് നൃത്തം ചെയ്യുന്ന ദാവീദ് രാജാവിനെയാണ് 6-ാമത്തെ അധ്യായത്തിൽ അവതരിപ്പിക്കുക. ഇതിലൂടെ ജെറുസലേം എന്ന് പറയുന്ന പട്ടണം കേവലം ഒരു രാഷ്ട്രീയ ക്യാപിറ്റൽ സിറ്റി അല്ല, മറിച്ച് ഇറ്റ് ഹാസ് ബിക്കം എ റിലീജിയസ് സെൻറ്റർ ആയിട്ട് മാറുക. ഒരു മതപരമായിട്ടുള്ള ഒരു സെൻറ്ററായിട്ട് ഇത് മാറുക. റിലീജിയസ് സെൻറ്ററായിട്ട് ജെറുസലേം മാറുക. അവിടെ കൊണ്ടുവന്ന് സിറ്റി ഓഫ് ഡേവിഡിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും അതുവഴിയായി ഇത് ഈ ജെറുസലേം പട്ടണം ദൈവത്തിൻ്റെ പട്ടണമായി, ദൈവം സ്ഥാപിച്ച സ്ഥലമായി, ദൈവത്തിൻ്റെ നാമം പേറുന്ന സ്ഥലമായി രൂപാന്തരപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ പരിശുദ്ധ ഗ്രന്ഥഭാഗത്തിൻ്റെ ദൈവശാസ്ത്രപരമായ വീക്ഷണം. ഇനി കടന്നു വരാൻ പോകുന്ന 7-ാമത്തെ അധ്യായമാണ്. പക്ഷേ 7-ാമത്തെ അധ്യായത്തെ കാണുന്നതിന് മുമ്പ് 8, 9, 10 അധ്യായങ്ങളിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. ഇത് 3 പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞുതരാം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ദാവീദ് രാജാവ് ഇസ്രായേലിൻ്റെ ഇടയനാണ്, ജൂദാദേശത്തിൻ്റെ ഇടയനാണ്, അവിഭക്ത ഇസ്രായേലിൻ്റെ രാജാവാണ്. അതുപോലെ തന്നെ ഈ ഇസ്രായേലിനെ മുഴുവനെയും ഒന്നിച്ചു നിർത്തണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഷേർ, ദാൻ, ഇസാക്കർ, നഫ്താലി, സെബ്ലൂൺ എന്നീ ഗോത്രങ്ങൾ ഇസ്രായേലിൻ്റെ ഗോത്രത്തിൽ പെടുന്നില്ല, അത് സെപ്പറേറ്റ് നിൽക്കുക. അതുകൊണ്ട് ആദ്യം അദ്ദേഹം ചെയ്യുന്നത് ഈ 12 ഗോത്രങ്ങളെയും ഒരൊറ്റ കുടക്കീഴിൽ നിർത്തുന്ന ജോലിയാണ് ആദ്യം ചെയ്യുന്നത്. അതാണ് 8, 9, 10, 11 അധ്യായങ്ങളുടെ പ്രതിപാദ്യ വിഷയമായിട്ട് നിൽക്കുക. അപ്പോൾ ഈ 12 ഗോത്രങ്ങളെയും ഒരൊറ്റ കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് അത് ഗോത്രങ്ങളുടെ സമുന്നയത്തെ, ഗോത്രങ്ങളുടെ കൂട്ടായ്മയെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ദാവീദ് രാജാവിൻ്റെ ഭരണത്തിൻ്റെ 1-ാമത്തെ പരിഷ്കാരം. രണ്ടാമതായി, അദ്ദേഹത്തിന് ചുറ്റും ശത്രുക്കളുണ്ടായിരുന്നു. മൊവാബ്യരുണ്ടായിരുന്നു, അമ്മോന്യരുണ്ടായിരുന്നു, ഏദോമ്യരുണ്ടായിരുന്നു. അതൊക്കെ ഇസ്രായേലിൻ്റെ ചുറ്റുമുള്ള ആളുകളാണ്, രാജ്യങ്ങളാണ്, ദേശങ്ങളാണ്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഉള്ളിൽ ടയർ ആൻഡ് സീദോൻ എന്നീ പ്രദേശങ്ങൾ, ഫിനീഷ്യക്കാർ അവർ ഉണ്ടായിരുന്നു. ഫിലിസ്ത്യര് താഴെ താമസിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ എല്ലാവരോടും യുദ്ധം ചെയ്ത് രാജ്യം സുസ്ഥിരമാക്കിയെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ദാവീദ് രാജാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് നിൽക്കുക. അതുകൊണ്ട് ഇദ്ദേഹം രാജാവായിട്ട് വാഴുന്ന അവസരത്തിൽ, രാജാവായിട്ട് വാഴുന്ന ആദ്യ നാളുകളിൽ ചെയ്യുന്നത് ഈ 12 ഗോത്രങ്ങളെ സമന്വയിപ്പിക്കുക, മറ്റ് ദേശക്കാർക്കെതിരെ യുദ്ധം ചെയ്ത് അവയെ കീഴടക്കി അവരെ നമ്മളുടെ സൈഡിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പം, കീഴടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിശുദ്ധതരമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് വായിക്കുമ്പോഴത്തേക്കും അതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ കാരണം എന്നാ, കീഴടക്കുക,
വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? കീഴടക്കുന്നു എന്നതിലുപരിയായി ഏകദൈവത്തോടുള്ള ബന്ധത്തിൽ അവരൊക്കെ ബഹുദൈവ വിശ്വാസികളാണ്. അമ്മോന്യരും, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കെമോഷ് എന്ന് പറയുന്ന ദേവൻ അമ്മോന്യർക്കുണ്ട്, മൊളേക്ക് എന്ന് പറയുന്ന ദേവൻ മോവാബുകാർക്കുണ്ട്, ഏദോമിയാർക്ക് അവരുടെ ദേവനുണ്ട്. അങ്ങനെയുള്ള ദേവന്മാരിൽ നിന്ന് മാറി ഏകദൈവമായ കർത്താവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവരൊക്കെ സ്വന്തക്കാരാ. ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ഏദോമെന്ന് പറയുന്നത് ഏസാവിൻ്റെ മക്കളാ. അമ്മോന്യരും മോവാബ്യരും നോഹിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നവരാ. അതുകൊണ്ട് ഇവരൊക്കെ ഏകോദര സഹോദരങ്ങൾ. അതുകൊണ്ട് ഇവരെല്ലാവരും ഏകദൈവത്തിലുള്ള വിശ്വാസത്തിലേക്ക് വളരണം. അതിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ യുദ്ധങ്ങൾ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ദൈവത്തിലേക്കുള്ള ക്ഷണം ദാവീദ് രാജാവ് നടത്തുന്നതും. ഇതിനുവഴിയായി എല്ലാവരെയും യൂണിഫൈ ചെയ്യുന്നു. എങ്ങോട്ടേക്ക്? ജെറുസലേം ആകുന്ന പട്ടണത്തിലേക്ക് യൂണിഫൈ ചെയ്യുന്നു. സെൻട്രാലിറ്റി ജെറുസലേമിലേക്ക് കൊടുക്കുന്നു. ഇതാണ് പ്രത്യേകമായിട്ട് അദ്ദേഹം ചെയ്യുന്ന പ്രധാനപ്പെട്ട പരിപാടി. അപ്പം ഇതിൻ്റെ സമാപനത്തിലാണ് ഇദ്ദേഹത്തിന് ഒരു വലിയൊരു അനുഗ്രഹം കർത്താവ് കൊടുക്കുക. അതാണ് 7-ാമത്തെ അധ്യായത്തിൻ്റെ പ്രതിപാദ്യ വിഷയമായിട്ട് നിൽക്കുക. ഒരു വലിയ അനുഗ്രഹം കൊടുക്കുന്നു. 7-ാമത്തെ അധ്യായം നമ്മളെ സൂചിപ്പിക്കുന്നത് ആ അനുഗ്രഹമാണ്. ഇത് രാത്രി അദ്ദേഹം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: രാജാവ് കൊട്ടാരത്തിൽ വസിക്കുകയും ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് കർത്താവ് അവന് സ്വസ്ഥത നൽകുകയും ചെയ്തു. അപ്പോൾ അവൻ നാഥാം പ്രവാചകനോട് പറഞ്ഞു, നോക്കൂ, ദേവദാരു കൊണ്ടുള്ള കൊട്ടാരത്തിൽ ഞാൻ വസിക്കുന്നു. ദൈവത്തിൻ്റെ പേടകമോ കൂടാരത്തിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ പേടകം കൂടാരത്തിൽ വസിക്കുന്നു. അതുകൊണ്ട് എനിക്ക് കർത്താവിന് വേണ്ടി ഒരു കൂടാരം ഉണ്ടാക്കണം. നോക്കിക്കേ, ഇതാണ് അതിൻ്റെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. എനിക്ക് കർത്താവിന് വേണ്ടി ഒരു കൂടാരം ഉണ്ടാക്കണം. കർത്താവ് എതിർക്കുക. ആദ്യത്തെ രംഗത്ത് പറയുകയാണ്, നീ എനിക്ക് വേണ്ടി കൂടാരം ഉണ്ടാക്കാനോ? തുടർന്ന് പറഞ്ഞ് പറയുക, ഞാൻ ഈ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ഇങ്ങോട്ടേക്കുള്ള യാത്രയിലൊക്കെ എനിക്ക് ആരും കൂടാരം ഉണ്ടാക്കിയില്ല. ഞാൻ കൂടാരങ്ങളിലാണ് വസിച്ചത്. എനിക്കാരും പ്രത്യേകമായിട്ട് ദേവാലയമോ വീടോ ഉണ്ടാക്കി തന്നിട്ടില്ല. ഇനിയും ഞാൻ കൂടാരങ്ങളിലാണ് വസിക്കാൻ പറ്റും. പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി ദാവീദിന് വേണ്ടി ഒരു കൂടാരം പണിയാൻ പോവുകയാണ്. നോക്കിക്കേ, അതാണ് അതിൻ്റെ പ്രത്യേകത. കർത്താവ് ദാവീദിന് വേണ്ടി ഒരു കൂടാരം പണിയുകയാണ്. അതായത് ദാവീദ് രാജാവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. എങ്ങനെയാ? നിന്റെ രാജ്യത്വം എന്നേക്കും നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങുകയാണ്. അത് കർത്താവ് കൊടുക്കുന്ന അനുഗ്രഹമാണ്. എങ്ങനെയാണ് ഈ രാജ്യത്വം നിലനിൽക്കുന്നത്? അതിൻ്റെ ദൈവശാസ്ത്രമാണ് ഇനിയുള്ള വചനഭാഗങ്ങളിൽ പറയുന്നത്. പ്രത്യേകിച്ച് 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്. ദാവീദിനോട് പറയുകയാണ്, ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. അവൻ എനിക്ക് ആലയം പണിയും. അവൻ്റെ സിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. ദാവീദിന് കൊടുക്കുന്ന അനുഗ്രഹം യഥാർത്ഥത്തിൽ ദാവീദിൻ്റെ വീടിന് കൊടുക്കുന്ന അനുഗ്രഹത്തെക്കാളുപരിയായി ജൂദ എന്ന് പറയുന്ന ഗോത്രത്തിന് കൊടുക്കുന്ന അനുഗ്രഹമാണ്. പറയുകയാണ്, ഒരിക്കലും ജൂദയിൽ നിന്ന് ഈ ചെങ്കോല വിട്ടുപോവുകയില്ല. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ ജൂദായ്ക്ക് യാക്കോബ് കൊടുക്കുന്ന അനുഗ്രഹം ഇതല്ലേ? ജൂദ ഒരു സിംഹക്കുട്ടിയാണ്. ഇരയുടെ അടുത്തേക്ക് നീ പാഞ്ഞെത്തിയിരിക്കുന്നു. അവൻ തൻ്റെ കഴുതയെ മുന്തിരിച്ചെടിയിലും കഴുതക്കുട്ടിയെ മുന്തിരിവള്ളിയിലും കെട്ടിയിടും. ചെങ്കോൽ ജൂദായിൽ നിന്ന് വിട്ടുപോവുകയില്ല. അവൻ്റെ നാഥൻ കടന്നു വരുന്ന പോലെ അതെപ്പോഴും നിലനിൽക്കും. ഈ ഒരു അനുഗ്രഹത്തെ യാക്കോബ് ജൂദായ്ക്ക് കൊടുത്ത അനുഗ്രഹത്തെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ പറയുന്നത്. അതായത്, നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി, നിന്നിലൂടെ ജൂദാ ഗോത്രത്തിൻ്റെ വംശം എന്നും നിലനിൽക്കും. നിന്റെ രാജ്യത്വം ഒരിക്കലും ഞാൻ എടുത്തു കളയുകയില്ല. ആ രാജ്യത്വം ഒരിക്കലും പോകാൻ ഞാൻ അനുവദിക്കുകയില്ല. പോകാൻ അനുവദിക്കാത്തതിൻ്റെ കാരണം, നിന്റെ ഔരസപുത്രനായ സോളമൻ രാജാവ് പണിയുന്ന ദേവാലയത്തോട് നീ എത്രമാത്രം കൂറു പുലർത്തുന്നുവോ അത്രമാത്രം ഞാൻ നിന്റെ
രാജ്യത്തെ വിസ്തൃതിയിലാക്കും. അപ്പോൾ രാജ്യം എങ്ങനെയാണ്, അല്ലെങ്കിൽ രാജ്യത്വം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ദേവാലയത്തോടുള്ള ബന്ധത്തിൽ മാത്രമേ ഒരു രാജാവിൻ്റെ രാജ്യത്വം നിലനിൽക്കുകയുള്ളൂ. ഇതിനെ പറയുന്ന പേരാണ് അൺകണ്ടീഷണൽ കവനന്റ്. എന്താണ് ഈ അൺകണ്ടീഷണൽ? ഒരു കണ്ടീഷനും വെച്ചിട്ടില്ല, ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. നീ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും എന്നൊന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് പറയുകയാണ്, ജൂദായ്ക്ക് കൊടുക്കുന്ന അനുഗ്രഹം ഒരു കണ്ടീഷനും വെക്കാതെ പറയുകയാണ്, ഞാൻ നിന്റെ ദേശത്തെ ഞാൻ പരിപൂർണമായിട്ട് വിശുദ്ധീകരിക്കും. നിന്റെ രാജ്യത്വം ഒരു കാരണവശാലും ഒരിക്കലും നിന്നിൽ നിന്ന് എടുത്തു കളയാത്ത രീതിയിൽ ഞാൻ സംരക്ഷിക്കും. അത് ദേവാലയത്തോടുള്ള ബന്ധത്തിലാണ് ആ സംരക്ഷണം നിലനിൽക്കുന്നത്. ഇത് ഒരു ഉടമ്പടിയുടെ ബന്ധമാണ്. ഉടമ്പടിയിലൂടെ ഞാൻ നിനക്ക് പിതാവും നീ എനിക്ക് പുത്രനുമായിട്ടുമായിരിക്കും. എന്നിട്ട് പറയുന്നു, നീ പാപം ചെയ്താൽ ഞാൻ ശിക്ഷിക്കും. എന്നാൽ എങ്ങനെയാ ശിക്ഷിക്കുന്നത്? വിത്ത് ദ റോഡ് ഓഫ് മെൻ, മാനുഷികമായ ദണ്ടുകൊണ്ട് ഞാൻ അവനെ ശിക്ഷിക്കും. എന്നാൽ നിന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും ഞാൻ വിട്ടുപോവുകയില്ല. സ്നേഹമുള്ളവരെ, ഈ ഒരു വചനഭാഗം എപ്പോഴും ധ്യാനിക്കേണ്ട വചനഭാഗമാണ്. അന്ന് ദൈവമായ കർത്താവ് കൊടുത്ത ഒരു വലിയ അനുഗ്രഹം, നിന്റെ രാജ്യത്വം ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല, ജൂദായിൽ നിന്ന് ഒരിക്കലും രാജ്യത്വം നഷ്ടപ്പെട്ടു പോവുകയില്ല എന്നുള്ള ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം ഈശോയാകുന്ന വ്യക്തിയിൽ നടന്നതുകൊണ്ടാണ് നമ്മൾ ഇന്നും ഈശോയെ, മിശിഹായെ നീ രാജാവാകുന്നു എന്ന് വിളിച്ച് പറയുന്നത്. കർത്താവിൻ്റെ രാജ്യത്വത്തിൻ്റെ പൂർണ്ണത എവിടെയാണ്? അതുകൊണ്ട് ദാവീദ് രാജാവിൻ്റെ ഗോത്രം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ദാവീദ് രാജാവിന് ശേഷം സോളമൻ രാജാവിന് ശേഷം റഹോബോവാമിന് ശേഷം ആസ, അബിയ, ജോസഫാത്ത്, ജോവാഷ്, ജോറാം, അതിനുശേഷം ഉസിയ, ആഹാസ്, ഹെസക്കിയ, മനാസെ, അമോൻ, യോസിയ, യഹോയാക്കിൻ, സദക്കിയയ്ക്ക് ശേഷം ഇസ്രായേൽ ജനം ബാബിലോണിലേക്ക് പോയി. ബാബിലോണിൽ വെച്ച് യഹോയാക്കിൻ രാജാവിൻ്റെ പുത്രനായ ശെലാത്തിയേലിൻ്റെ പുത്രനായ സെറുബാബേൽ, ആ സെറുബാബേൽ തിരിച്ചു വന്ന് വാഗ്ദാന ദേശത്തേക്ക് തിരിച്ച് ജനത്തെ കൊണ്ടുവന്നു. അവരുടെ പുത്രനായ ആ പിൻതലമുറയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈശോ മിശിഹ കടന്നു വരുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ജീനിയോളജി അല്ലെങ്കിൽ വംശാവലി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബന്ധം കാണാൻ പറ്റും. ദാവീദ് രാജാവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഈ ബന്ധം, രാജ്യത്വത്തിൻ്റെ ബന്ധം, ഈശോയിൽ എത്തി നിൽക്കുന്ന രാജ്യത്വത്തിൻ്റെ ബന്ധം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ രാജ്യത്വം എന്ന് നിലനിൽക്കുന്നുവോ അവിടെയൊക്കെ എന്തുണ്ട്? ദേവാലയത്തിൻ്റെ സാന്നിധ്യമുണ്ട്. സദക്കിയ എന്ന് പറയുന്ന രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ദേവാലയം നാമാവശിഷ്ടമായത്. ആ ദേവാലയം നാമാവശിഷ്ടമായപ്പോൾ സദക്കിയ എന്ന് പറയുന്ന രാജാവും തീർന്നു. അതോടുകൂടി ബാബിലോണിലേക്ക് ജൂദാദേശം പ്രവാസത്തിനായിട്ട് പോയി. ശെലാത്തിയേൽ എന്ന് പറയുന്ന പുത്രൻ, ജെഹോയാക്കിൻ്റെ രാജാവിൻ്റെ പുത്രനായ ശെലാത്തിയേലിൻ്റെ പുത്രനായ സെറുബാബേൽ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ പ്രവാസകാലത്ത് ജീവിച്ചിരുന്ന ആളുകൾക്ക് വേണ്ടി അവരെ തിരികെ വാഗ്ദാന ദേശത്തേക്ക് കൊണ്ടുവന്ന് ജെറുസലേം ദേവാലയം പണിയാനുള്ള നിർദ്ദേശമാണ് സെറുബാബേലിന് കൊടുക്കുന്നത്. അവിടെ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ദാവീദ് രാജാവിൻ്റെ പുത്രനായ സെറുബാബേലിന് അംഗീകാരം കൊടുക്കുന്നത്. പക്ഷേ അവനെ രാജാവാക്കിയില്ല, മറിച്ച് ഗവർണറാക്കി മാറ്റി. അതിനുശേഷം ആ കാലഘട്ടങ്ങളിലൊക്കെ അവരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരു വലിയൊരു അനുഭവമാണ് മിശിഹ എന്ന് പറയുന്ന അനുഭവം, മെസ്സിയാനിക് പ്രോഫസി എന്ന് പറയുന്ന അനുഭവം. മിശിഹ എന്ന് പറയുന്ന അനുഭവം രൂഢമൂലമാകുന്നത് രാജാക്കന്മാരൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ജൂദാ ഗോത്രത്തിൽ നിന്ന് ഒരുവൻ വരും, ആ വ്യക്തി മിശിഹായാണ് എന്ന് അവർ ഏറ്റുപറഞ്ഞ് ആ മിശിഹായുടെ അനുഭവത്തിലേക്ക് ജനത്തെ കൊണ്ടുവരുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഈ ഒരു അധ്യായത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. അത് ജൂദാദേശത്തിന് നിത്യമായിട്ട് കൊടുക്കുന്ന
അനുഗ്രഹമാണ്, നിത്യമായിട്ട് കൊടുക്കുന്ന ആശീർവാദമാണ്. ഒരിക്കലും ജൂദാദേശത്ത് നിന്ന് ഈ അനുഗ്രഹം എടുത്തു കളയുകയില്ല, രാജത്വത്തിൻ്റെ പദവി എടുത്തു കളയുകയില്ല. അത് ഈശോയാകുന്ന വ്യക്തിയിലൂടെ പുതിയ നിയമത്തിൽ ഇത് പൂർത്തീകരിച്ചിരിക്കുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ 7-ാമത്തെ അധ്യായത്തിൻ്റെ സാരാംശമാണ് നമ്മൾ കണ്ടത്. കർത്താവിൻ്റെ ജനത്തിനു വേണ്ടി ദേവാലയത്തോടുള്ള ബന്ധത്തിൽ ഒരു രാജാവ് നിൽക്കുന്നിടത്തോളം കാലം രാജ്യത്വം അതിൻ്റെ പൂർണ്ണതയിൽ നിൽക്കും. ഇതിൻ്റെ അടുത്ത ഭാഗം ഓർമ്മിപ്പിക്കുന്നത്, അവൻ തെറ്റ് ചെയ്താൽ മാനുഷികമായ ദണ്ഡ് കൊണ്ട് ഞാൻ അവനെ ശിക്ഷിക്കും. ഇത് ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കാരണം ഒരു വ്യക്തി, ഒരു രാജാവ് തെറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. കാരണം മാനുഷികമായിട്ടുള്ള മനുഷ്യനാണത്. ലോകത്തിൻ്റെ ഭൗമിക രാജാക്കന്മാരാണ് അവർ. അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യാം. പക്ഷെ മാനുഷിക ദണ്ഡ് എന്താണ്? മാനുഷിക ദണ്ഡെന്ന് പറയുന്നത് ദൈവമായ കർത്താവ് ഈ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ വേണ്ടി ചില വ്യക്തികളെ ഉപയോഗിക്കുകയാണ്. ആ വ്യക്തികളിൽ പ്രധാനപ്പെട്ട വ്യക്തികളാണ് തുടർന്ന് വരുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന അസീറിയ രാജാക്കന്മാർ, ബാബിലോണിയൻ രാജാക്കന്മാർ. പഴയ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന മെസപ്പൊട്ടോമിയൻ രാജാക്കന്മാർ, ഫിലിസ്ത്യ രാജാക്കന്മാർ, എഗ്ലോണിലെ രാജാവ്, മിതിയാങ്കാരായിട്ടുള്ള രാജാക്കന്മാർ, ഇങ്ങനെയുള്ള വ്യക്തികളിലൂടെ മാനുഷിക ദണ്ഡ് കൊണ്ട് ദൈവം അവരെ ശിക്ഷിക്കും. എന്നാൽ അവൻ എപ്രകാരം തിരികെ വരുന്നുവോ അത്രമാത്രം അധികമായ സ്നേഹത്തോടു കൂടി ഞാൻ അവനെ വീണ്ടെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വചനഭാഗം സമാപിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നത്, തെറ്റിന് കർത്താവ് ശിക്ഷ കൊടുക്കും. ഇവൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണെങ്കിൽ പോലും തെറ്റ് ചെയ്താൽ അവനെ ഞാൻ ശിക്ഷിക്കുകയും തിരികെ വരുമ്പോൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെയും കാരുണ്യത്തെയും കുറിച്ചാണ് ഇവിടെ പറയുക. അപ്പോൾ രാജത്വത്തിൻ്റെ പൂർണ്ണത രൂപം നമുക്ക് ലഭ്യമായി എന്ന് തോന്നുകയാണ്. അതുകൊണ്ടാണ് ഈ ദാവീദിൻ്റെ രാജത്വത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ രാജത്വത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് ദൈവമായ കർത്താവ് സംസാരിക്കുകയാണ്. ഒരു ദേവാലയം പണിയുമ്പോൾ ആ ദേവാലയത്തോടുള്ള ബന്ധത്തിലാണ് അവൻ്റെ രാജ്യത്വം പൂർണ്ണമായിട്ട് തീരുന്നത്. ഇതോടുകൂടി രാജ്യത്വത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം, കോർട്ട് ഹിസ്റ്ററി ഓഫ് ഡേവിഡ്, അവസാനിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗം സോളമൻ രാജാവിൻ്റെ കോർട്ട് ഹിസ്റ്ററി ആരംഭിക്കുകയാണ്. എന്താണ് സോളമൻ രാജാവിൻ്റെ കോർട്ട് ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാവീദ് രാജാവ് എപ്രകാരമാണോ രാജാവായിട്ട് വന്നത്, അതുപോലെ തന്നെ സോളമൻ രാജാവ് എങ്ങനെ രാജാവായിട്ട് വന്നു. സോളമൻ രാജാവിനെ അവതരിപ്പിക്കുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള മാനങ്ങളിലൂടെയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കാണുന്ന 1 സാമുവേലിൻ്റെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 12-ാമത്തെ അധ്യായത്തിൻ്റെ പശ്ചാത്തലം ഇതാണ്. അമ്മോണൈറ്റ് യുദ്ധമാണ്, അമ്മോന്യരുമായിട്ടുള്ള യുദ്ധം. ആ യുദ്ധത്തിൽ ദാവീദ് രാജാവ് ജെറുസലേമിൽ തങ്ങി, ബാക്കിയുള്ള എല്ലാവരും തന്നെ യുദ്ധത്തിൻ്റെ അണിനിരക്കുകയാണ്. വാഗ്ദാനപേടവും വഹിച്ചുകൊണ്ട് ഉറിയ എന്ന് പറയുന്ന ഹിത്യൻ മുമ്പിൽ പോവുകയാണ്. ഈ അവസരത്തിലാണ് ബത്ശബയെ ദാവീദ് കാണുകയും ഉറിയയുടെ ഭാര്യയായ ബത്ശബയെ അദ്ദേഹം പ്രാപിക്കുകയും അതുവഴിയായി തിന്മയിൽ ഏർപ്പെടുകയും ഉറിയയെ വധിക്കുകയും ചെയ്യുന്ന രംഗങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് 11-ാമത്തെ അധ്യായവും 12-ാമത്തെ അധ്യായവും. ഇവിടെ ഈ 2 അധ്യായങ്ങളെ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ട അധ്യായങ്ങളെന്നാണ് വിശേഷിപ്പിക്കുന്നത്. സോളമൻ രാജാവ് എങ്ങനെ രാജാവായിട്ട് വന്നു എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ചേർത്തിരിക്കുന്ന വചനഭാഗമായിട്ടാണ് വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അല്പം കൂടെ മനസ്സിലാക്കി തരാനാണെങ്കിൽ, നമുക്കറിയാം സുവിശേഷങ്ങളിലേക്ക് എടുത്ത് നോക്കിക്കഴിയുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷമാണ് ആദ്യം എഴുതപ്പെട്ടത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈശോയുടെ ജനനത്തെക്കുറിച്ചോ ഈശോയുടെ ബാല്യകാലത്തെക്കുറിച്ചോ ഒന്നുമില്ല. അതിനുശേഷം ഈ മർക്കോസിൻ്റെ സുവിശേഷം കേട്ട് അതിൻ്റെ പ്രഘോഷണം കേട്ട ആളുകൾ
ഈശോയുടെ വ്യക്തിപ്രാഭത്തെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ആരാ ഈശോ? അവൻ ജനിച്ചത് എവിടെയാ? അവൻ എവിടെയാണ്? അവൻ്റെ ബാല്യകാലം എങ്ങനെയായിരുന്നു? അതിനു വേണ്ടിയിട്ട് എഴുതപ്പെട്ട ഭാഗമാണ് മത്തായിയുടെ സുവിശേഷത്തിനും ലൂക്കാസ് സുവിശേഷത്തിനും കൊടുത്തിരിക്കുന്ന ബാല്യകാല സുവിശേഷമായ ഈശോയുടെ സുവിശേഷം. ഇതുപോലെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇസ്രായേൽ ജനം പിന്നീടുള്ള കാലങ്ങളിൽ, ഇതൊക്കെ എഴുതപ്പെടുന്നതിൻ്റെയൊക്കെ കാലഘട്ടങ്ങളിൽ, ബാബിലോൺ പ്രവാസകാലത്തും അതിനുശേഷമുള്ള കാലഘട്ടത്തിലുമൊക്കെ ഇത് എഴുതപ്പെടുമ്പോൾ സോളമൻ രാജാവ് ഇസ്രായേലിൻ്റെ രാജാവായിട്ട് വാഴുകയാണ്. അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിന്ത സോളമൻ്റെ ചിന്തയാണ്. കാരണം ഇസ്രായേലിനെ ഭരിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ഒരു രാജാവ്, അതിലുപരിയായി ജെറുസലേം ദേവാലയം പണി കഴിപ്പിച്ച ഒരു രാജാവ്. ആ ഒരു വലിയ ഇൻസിഡൻ്റാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഈ സോളമൻ രാജാവിനെ മഹത്വമുള്ളവനാക്കി മാറ്റുന്നത്. ഈ രാജാവ് ആരാ? ഈ രാജാവ് എങ്ങനെയാണ് രംഗപ്രവേശം ചെയ്തത്? അതിനു വേണ്ടിയിട്ടുള്ളൊരു അതിൻ്റെ സംഭവത്തെയാണ്, സോളമൻ രാജാവിൻ്റെ ജീവിതത്തിൻ്റെ സംഭവത്തെയാണ് ഈ നമ്മുടെ ഈ 11-12 അധ്യായങ്ങളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ കാണുന്ന ഉറിയായെ കൊല്ലുന്നു, ബത്ശബയെ പ്രാപിക്കുന്നു, യുദ്ധം നടക്കുന്നു. ഇതെല്ലാ സംഭവങ്ങളും ഈ സോളമൻ രാജാവിൻ്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ഭാഗമാണ്. ഇനി നമുക്കറിയാം, ഒരു ശാപം കൊടുക്കുന്നുണ്ട് 12-ാമത്തെ അധ്യായത്തിൽ. 12-ാമത്തെ അധ്യായത്തിൽ 2 സാമുവേലിൻ്റെ പുസ്തകം 12-ാമത്തെ അധ്യായം, ഉറിയായെ വധിക്കുകയും ബത്ശബയെ പ്രാപിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ നാഥാൻ പ്രവാചകൻ ഒരു ശാപത്തെ കൊടുക്കുന്ന രംഗമാണ് 12-ാം അധ്യായം 11-ാമത്തെ വാക്യം. അത് ഇപ്രകാരമാണ് പറയുന്നത്: കർത്താവ് അരുളിച്ചെയ്യുന്നു, നിന്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെ നിനക്ക് ഞാൻ ഉപദ്രവമുണ്ടാക്കും. നിന്റെ കൺമുമ്പിൽ വെച്ച് ഞാൻ നിന്റെ ഭാര്യമാരെ അന്യന് കൊടുക്കും. പട്ടാപ്പകൽ അവൻ അവരോടൊത്ത് ശയിക്കും. നീ ഇത് രഹസ്യമായി ചെയ്തു. ഞാനിത് ഇസ്രായേലിൻ്റെ മുഴുവൻ മുമ്പിൽ വെച്ച് പട്ടാപ്പകൽ ചെയ്യിക്കും. ഇത് ഒരു ശാപം എന്നതിലുപരിയായി ഇസ്രായേലിൻ്റെ ചരിത്രത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നാഥാൻ പ്രവാചകനാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട റോള്. നമ്മൾ ഇത് മുമ്പോട്ട് പോകുന്ന അവസരത്തിൽ ഒരു കാര്യം നമ്മൾ പ്രധാനമായിട്ട് പറയണം. എന്താണ് പ്രവാചകന്മാരുടെ റോള്? പ്രവാചകന്മാരെ നമ്മൾ കാണുന്നത്, പ്രവാചകൻ എന്ന പേര് വരുന്നത് നമ്മൾ സൂചിപ്പിച്ചു. ജോഷുവയുടെ പുസ്തകവും ന്യായാധിപന്മാരുടെ പുസ്തകമൊക്കെ ആദ്യകാല പ്രവാചകന്മാരാണ്. പക്ഷേ അവർക്കൊന്നും പ്രവാചകൻ എന്നുള്ള ടൈറ്റിൽ തരുന്നില്ല. എന്നാൽ ശമൂവേൽ വന്നപ്പോൾ ശമൂവേലിന് പ്രവാചകൻ എന്നുള്ള ടൈറ്റിൽ കൊടുത്തു. നാഥാൻ വന്നപ്പോൾ നാഥാന് പ്രവാചകൻ എന്നുള്ള ടൈറ്റിൽ കൊടുത്തു. ഇതിന് കാരണം ഇതൊക്കെയാണ്. ഓരോ പ്രവാചകന്മാരുടെ ആഗമനം കടന്നു വരികയാണ്. അത് എപ്പോഴാണ് പ്രവാചകന്മാർ കടന്നു വരിക? എവിടെയൊക്കെ രാജാക്കന്മാരുള്ള സ്ഥലത്താണ് പ്രവാചകന്മാർ വരിക. വിശുദ്ധം പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം, ശമൂവേൽ പ്രവാചകനായിട്ട് മാറുന്നത് സാവൂളുള്ളപ്പോഴാണ്. ശമൂവേൽ പ്രവാചകനായിട്ട് മാറുന്നത് ദാവീദുള്ളപ്പോഴാണ്. നാഥാൻ പ്രവാചകനായിട്ട് മാറുന്നത് ദാവീദുള്ളപ്പോഴാണ്. ദാവീദ് രാജാവ് യഥാർത്ഥത്തിൽ ദൈവിക നിയമങ്ങളെ അനുസരിക്കുന്നില്ല എങ്കിൽ, അവിടുന്ന് ആ ദൈവിക നിയമങ്ങൾക്ക് അനുസരിക്കുന്നില്ല എങ്കിൽ അവനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ദൈവിക നിയമങ്ങളെ ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ, വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവാചകന്മാരെ കൊണ്ടുവന്നിരിക്കുന്നത്. അതാണല്ലോ ആദ്യത്തെ എപ്പിസോഡിൽ പ്രവാചകൻ ആരാണെന്ന് ചോദിച്ച ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറഞ്ഞത്, അവൻ ഹീസ് എ ഇൻറ്റർപ്രറ്റർ ഓഫ് ദ ലോ. ദൈവിക നിയമങ്ങളുടെ വ്യാഖ്യാതാവാണ് പ്രവാചകൻ. അതുകൊണ്ട് നാഥാൻ പ്രവാചകൻ്റെ റോൾ ഇവിടെ വളരെ വ്യക്തമാണ്. നാഥാൻ പ്രവാചകൻ ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് എതിരായിട്ട് നിന്ന ഒരു വ്യക്തിയായ ദാവീദ് രാജാവിനെ അത് മനസ്സിലാക്കി കൊടുക്കുകയും അത് കർത്താവിൻ്റെ ശാപം അവരിന്മേൽ പതിക്കുകയും അല്ലെങ്കിൽ ശിക്ഷ അവന് കൊടുക്കുകയും അതുവഴിയായി ഒരു ജനത്തെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന പ്രവാചകനെയാണ് കാണുന്നത്. ഇതാണ് പ്രവാചകൻ്റെ റോള്. അപ്പോൾ ഇവിടെ കാണുന്നത് പ്രവാചകൻ്റെ റോള് ദാവീദ് രാജാവിനോട് ചേർന്ന് നിൽക്കുന്ന റോള്. ഇനിയുള്ള പുസ്തകങ്ങളിലൊക്കെ, പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലൊക്കെ ഏതൊക്കെ രാജാക്കന്മാരുണ്ടോ ആ രാജാക്കന്മാരോട് ചേർന്ന് നിൽക്കുന്ന പ്രവാചകന്മാരെയാണ് നമ്മൾ കാണുക. ഇവിടെ
ദാവീദ് രാജാവ് തിന്മ ചെയ്തപ്പോൾ ഉറിയായെ കൊന്ന് ബത്ശബായെ പ്രാപിച്ചപ്പോൾ ഇതാ നാഥാൻ പ്രവാചകൻ പറയുകയാണ്, ദാവീദിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഒരു മനുഷ്യന് ധനികനായ ഒരു വ്യക്തിക്ക് 2 ആട്ടിൻകുട്ടികളുണ്ടായിരുന്നു. ഒരു പാവപ്പെട്ട ഒരു വ്യക്തിക്ക് 1 ആട്ടിൻകുട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ. ധനികനായ വ്യക്തിയുടെ വീട്ടിലേക്കൊരു വിരുന്നുകാരൻ വന്നു. ഈ 2 ആട്ടിൻകുട്ടികളെ ഉണ്ടായിട്ടും അപ്പുറത്തുള്ള പാവപ്പെട്ട വ്യക്തിയുടെ ആട്ടിൻകുട്ടിയെ എടുത്ത് അദ്ദേഹം എന്ത് ചെയ്തു? കൊന്ന് ആഹാരം വെച്ചു കൊടുത്തു. ഇത് കേട്ടപ്പോഴേക്കും ക്രുദ്ധനായ ദാവീദ് രാജാവ് പറയുകയാണ്, ആരാണവൻ? അവൻ മരണശിക്ഷ അർഹിക്കുന്നു. ഉടനെ നാഥാൻ പറയുന്നു, ആ മനുഷ്യൻ നീ തന്നെ. ഇത് കേൾക്കുമ്പോൾ ദാവീദ് രാജാവ് തൻ്റെ ജീവിതത്തിൻ്റെ കഥയോർക്കുകയാണ്. ദൈവമായ കർത്താവ് ധാരാളം ഭാര്യമാരെ തനിക്ക് നൽകി. അതിലൊന്നും സംതൃപ്തിപ്പെടാതെ ബത്ശബ എന്ന് പറയുന്ന ഈ സ്ത്രീയെ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ ഉറിയായെ നശിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ ഞാനെന്ന് പറഞ്ഞുകൊണ്ട് പാപത്തിൻ്റെ പരിഹാരമനുഷ്ഠിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് 51-ാമത്തെ സങ്കീർത്തനം. ദൈവമേ, കൃപ തോന്നി എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചപേക്ഷിക്കുന്ന ദാവീദ് രാജാവിനെ 51-ാമത്തെ സങ്കീർത്തനത്തിൽ കാണുന്നു. ആ ദാവീദിന് കൊടുക്കുന്ന ശിക്ഷ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന ശിക്ഷണം പ്രവാചകനായ നാഥാനിലൂടെ പറയുകയാണ്, ഇതാ നിൻ്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെ നിനക്ക് ഉപദ്രവം ഉണ്ടാക്കും. പിന്നെ അതിനുശേഷം പറയാം, നിൻ്റെ കൺമുമ്പിൽ വെച്ച് ഞാൻ നിൻ്റെ ഭാര്യമാരെ അന്യന് കൊടുക്കും. നീ അത് പട്ടാപ്പകൽ അവൻ അവരോടൊത്ത് ശയിക്കും. നീ ഇത് രഹസ്യമായി ചെയ്തു. ഞാനിത് ഇസ്രായേലിൻ്റെ മുഴുവൻ്റെ മുമ്പിൽ വെച്ച് പട്ടാപ്പകൽ ചെയ്യിക്കും. വലിയൊരു സംഭവത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇതിലൂടെയാണ് തുടർന്നു വരുന്ന ചരിത്രം മുഴുവൻ മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണ് സ്വന്തം ഭവനത്തിൽ യുദ്ധമുണ്ടാകുന്നത്? അതാണ് 13-ാമത്തെ അധ്യായത്തിൽ മുതൽ തുടങ്ങുന്ന സംഭവങ്ങൾ. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ദാവീദിൻ്റെ പുത്രനാണ് അമോൻ. മറ്റൊരു പുത്രനാണ് അബ്സലോം. വേറൊരു പുത്രനാണ് അദോണിയ. അതിനുശേഷമാണ് ബത്ശബയുടെ പുത്രനായ സോളമൻ കടന്നു വരിക. ഇവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഈ വലിയ പ്രതിസന്ധികളെ അവതരിപ്പിക്കുന്നതിലൂടെ സോളമൻ രാജാവ് എങ്ങനെയാണ് ആദ്യജാതൻ്റെ അവകാശം നേടിയെടുത്തത് എന്ന് വിശേഷിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? ദാവീദ് രാജാവിന് ശേഷം ദാവീദിൻ്റെ ആദ്യജാതനായിരിക്കണം അടുത്ത രാജ്യം ഭരിക്കേണ്ടത്, അല്ലാതെ 2-ാമത്തെ പുത്രനോ 3-ാമത്തെ പുത്രനോ അല്ല. ആ ആദ്യജാതൻ്റെ അനുഭവം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. അത് സ്വീകരിക്കേണ്ടത് ദാവീദിന് ശേഷം കടന്നു വരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ റോള് രാജ്യത്വം സ്വീകരിക്കേണ്ടത് അടുത്തയാളാണ്. അങ്ങനെ വരുമ്പോൾ അമോനാണ് ആദ്യത്തെ രാജ്യത്വം സ്വീകരിക്കേണ്ടത്. അവൻ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവൻ്റെ അടുത്ത അബ്സലോമിന് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവരൊക്കെ മോശക്കാരാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് സോളമൻ രാജാവാണ് ഇസ്രായേലിൻ്റെ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്യത്വം അല്ലെങ്കിൽ ആദ്യജാതൻ്റെ അവകാശം സോളമനിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് വിശുദ്ധ ഗ്രന്ഥകാരൻ. ഇതാണ് അതിൻ്റെ അകത്തെ ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. ആദ്യജാതൻ്റെ അവകാശം എങ്ങനെയാണ് ഈ ആദ്യജാതൻ്റെ അവകാശം മാറുന്നത്? നിയമാവർത്തന പുസ്തകം 21-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ ആദ്യജാതൻ്റെ അവകാശം നഷ്ടപ്പെടുന്ന രീതി പറയുന്നുണ്ട്. അത് വായിക്കുന്ന നല്ലതാണ്. 21 നിയമാവർത്തനം 21:15 അതിനകത്ത് പറയുന്നു, ഒരു അപ്പനും അമ്മയ്ക്കും ഒരു മോശമായ ഒരു മകനുണ്ടെങ്കിൽ ആ മകൻ്റെ എല്ലാ മോശത്തരത്തെക്കുറിച്ചും വിലപിക്കുകയും അതുപോലെ തന്നെ സിറ്റി ഗേറ്റിന് മുമ്പിൽ പോയി ഇവൻ മോശക്കാരനാണ്, ഇവൻ അപ്പനെയോ അമ്മയോ അനുസരിക്കുന്നില്ല, അഹങ്കാരിയായിട്ട് നടക്കുന്നു എന്ന് വിളിച്ചു പറയുകയും ചെയ്ത് അവൻ്റെ രാജ്യത്വം അല്ലെങ്കിൽ അവൻ്റെ ആദ്യജാതൻ്റെ പുത്രത്വം അല്ലെങ്കിൽ അവകാശം അവനെ നിഷേധിക്കാം എന്നാണ് തിരുവചനം പറയുക. അപ്പോൾ ഇവിടെ അമോൻ, അബ്സലോം, അദോണിയ എന്നീ 3 മക്കളെ ആ മക്കളുടെ ആദ്യജാതൻ്റെ അവകാശം എങ്ങനെയാണ് കളയുന്നത് എന്ന് ഈ വചനഭാഗങ്ങളിലൂടെ സംഭവങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ്. ഒന്നാമതായി അമോൻ്റെ പ്രത്യേകത, അമോൻ എന്ന് പറയുന്ന വ്യക്തി
ഈ ദാവീദിൻ്റെ പുത്രനാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരനായ അബ്സലോമിൻ്റെ സഹോദരിയായ താമാറിനെ അദ്ദേഹം ബലാത്സംഗം ചെയ്തു. ഇത് കണ്ടിട്ട് അബ്സലോം നേരെ ഇങ്ങ് വന്നു. അബ്സലോം നേരെ വന്ന് ആമോനെ വധിച്ചു. അങ്ങനെ ആമോൻ പോയി. അവൻ ചെയ്തത് എന്താണ്? ചെയ്യാൻ പറ്റാത്ത ഇൻസസ്റ്റ് അദ്ദേഹം ചെയ്തു. ഒരു വൈകല്യം അല്ലെങ്കിൽ ഒരു പാപം, ഏറ്റവും വലിയ പാപം അദ്ദേഹം ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആദിജാതൻ്റെ അവകാശം നഷ്ടപ്പെട്ടു. അങ്ങനെ അബ്സലോമാണ് അടുത്തയാൾ. ഇനി അടുത്ത് വരുന്ന രംഗത്തിൽ അബ്സലോം കടന്നു വരികയാണ്. അബ്സലോം ഇനി രാജാവാകണം. 14-ാമത്തെ അധ്യായം മുതൽ നമ്മൾ കാണുന്നത് അബ്സലോമിൻ്റെ തിരിച്ചുവരവിനെ കുറിച്ചാണ്. 14 മുതൽ ഏകദേശം 2 സാമുവേലിൻ്റെ പുസ്തകത്തിൻ്റെ 19 വരെ ഉള്ള അധ്യായങ്ങൾ നമുക്ക് ഈ അബ്സലോമിനെ, 18 മുതലുള്ള അധ്യായങ്ങൾ അബ്സലോമിനെ കുറിച്ച് പറയുന്നതാണ്. 14 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ. ഇദ്ദേഹം എന്താ ചെയ്തത് എന്ന് നമുക്ക് അടുത്ത ഒരു രംഗത്തോടു കൂടി നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ വരുമ്പോൾ അബ്സലോം എങ്ങനെയാണ് തൻ്റെ ആ പുത്രത്വം നഷ്ടപ്പെടുത്തിയത്, അല്ലെങ്കിൽ അബ്സലോമും ദാവീദും തമ്മിലുള്ള യുദ്ധം എങ്ങനെയായിരുന്നു, അതുവഴിയായി അബ്സലോം എങ്ങനെയാണ് വധിക്കപ്പെടുന്നത്, എങ്ങനെയാണ് സോളമൻ രാജാവ് രംഗപ്രവേശം ചെയ്യുന്നത് എന്നൊക്കെ അടുത്ത ഒരു എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി കടന്നു വരുവാൻ പോകുന്ന കഥകൾ സോളമൻ രാജാവിൻ്റെ രംഗപ്രവേശനമാണ്. എങ്ങനെയാണ് സോളമൻ രാജാവായിട്ട് വാഴുന്നത്, അതിനെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇനി വരുന്ന എപ്പിസോഡുകളിലൂടെ നമുക്ക് ലഭ്യമാകാൻ പോകുന്നത്.